ഒരു നാഴിക്ക് പാട്ട് പാടി നടക്കേണ്ടവൻ്റെ അസിസ്റ്റൻ്റായി പോയല്ലോ. നമ്മുടെ തലവിധി നല്ലത് എന്താ പറയാ. തബല പ്ലീസ്. Tana 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 na tana 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 സൂപ്പർ സാറേ, ഈ വർഷത്തെ എവർഗ്രീൻ ഹിറ്റ് ആകുമെന്ന് ഉറപ്പാ. താങ്ക് യു. ദേ കിടക്കണം ഇങ്ങനെ കുറെ റാൻമൂളികളും. എന്താ സാർ, ട്യൂൺ കേട്ട് തരിച്ചിരുന്നു പോയോ? സത്യത്തിൽ സാറ് ഭാഗ്യവാനാ. ഇതൊക്കെ ഒരു മൂഡിലിങ് വരുന്നതാ. ആ എപ്പോഴും കിട്ടണമെന്നില്ല, എല്ലാം സാറിന്റെ സമയം. അല്ല എന്താ പറയാ അല്ലേ? അതെ അതെ. ഒന്നുകൂടെ പാട്ടാ വേണ്ട. மேடம் வணக்கம், நான் ஊட்டில இருந்து டைரக்டர் கணேஷ் பேசுறேன். சொல்லுங்க சார், என்ன பாட்டு வேணும்? எனக்கு இந்த முள்ளும் மலரும் படத்துல இருந்து செந்தாளம் பூவே பாட்ட போட முடியுங்களா? யாருக்காக டெடிகேட் பண்றீங்க? என்னுடைய ஃப்ரெண்ட் ஃபேமஸ் மியூசிக் டைரக்டர் இசையருவி அர்பா சமருக்கு டெடிகேட் பண்ணுங்க. ஓகே, தேங்க் யூ சார். உங்கள் இசையருவி அர்பா சமருக்காக இதோ நீங்கள் கேட்ட பாடல் முள்ளும் மலரும் திரைப்படத்திலிருந்து செந்தாழம் பூவே எனும் பாடல். செந்தாழம் பூவில் வந்தாடும் சென்றல் என் மீது மோதுதம்மா. செந்தாழம் பூவில் வந்தாடும் சென்றல் என் மீது மோதுதம்மா. അതേ ട്യൂൺ. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? അമറേ, ഓവറാക്കി കോളാക്കല്ലേ. ഇത് 30 കൊല്ലം മുമ്പ് ഇളയരാജ സാറിന്റെ ട്യൂണാ. ഓ ഐ സീ, വാട്ട് എ കോയിൻസിഡൻസ്. ഇതെല്ലാം സഹജമപ്പ. ഹലോ അമർ. എടാ മനു, നാളെ വോയിസ് മിക്സിംഗ് ഉണ്ട്. അപ്പോൾ കമ്പോസിംഗ് ഇന്ന് തീരണം. ലേറ്റ് ആവരുത്. ദേ മനു, ചതിക്കല്ലേ. ഞാൻ നിന്നെ വിശ്വസിച്ചായിരിക്കുന്നേ. ഓക്കെ, ഞാൻ എത്താം. ശരി. അർഫ സമറ, ഇന്ന് കമ്പോസിംഗ് ഉണ്ട്. അപ്പൊ നീ പോയേ ഒക്കൂ. എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. മറ്റുള്ളവന്റെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നവൻ തന്റെ കാര്യത്തിന് കൊള്ളാത്തവനായിരിക്കും. ഇടോ, ജീവിതമായാലും സംഗീതമായാലും അവനവനൊരു നിലപാട് വേണം. കണ്ണിക്കണ്ട കള്ള നാണയങ്ങൾക്ക് തനിക്ക് വിലയിടാൻ നിന്നു കൊടുക്കരുത്. നിന്നു കൊടുത്താൽ പിന്നെ ചത്ത പാറ്റയെ പൊതിയുന്ന ഉറുമ്പ് കൂട്ടം കണക്കെ വരും നിന്നെ ഓഹരി വെച്ച് പല മാളങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. ഇങ്ങനൊരു കലാകാരൻ ജീവിച്ചിരുന്നതിന് പോലും തെളിവ് കാണില്ല. അല്ല അങ്കിൾ, അത് ഞാൻ പാതി ചെയ്തു വെച്ചൊരു വർക്ക് മുഴുവിപ്പിക്കാതെ. ആ മിസ്റ്റർ അമർ, സമയം കുറെ ആയല്ലോ. ദേ തുടങ്ങുകയല്ലേ? നിങ്ങളല്ലേ മ്യൂസിക് ഡയറക്ടർ, എന്തിനു മറ്റുള്ളവരെ കാത്തു നിൽക്കണം? വോയിസ് എടുക്കാനല്ലേ ഉള്ളൂ. നോ, വോയിസ് എടുക്കാനാണെങ്കിൽ അവനില്ല, ഞാൻ ചെയ്യില്ല. യുനോ, ദാറ്റ്സ് മൈ പോളിസി. മണ്ണാങ്കട്ടം. ഇവനെന്തെങ്കിലും അറിഞ്ഞാലല്ലേ റെക്കോർഡ് ചെയ്യുന്നത്. മനുള്ളതുകൊണ്ട് ഇവന് കിടന്ന ആളാ. നൈല, കവർ ഡിസൈൻ വന്നിട്ടുണ്ട്. നന്നായിട്ടില്ലേ? മഴയായി. അവഗണനയും പുച്ഛവും. വന്നാ നോക്കിയായിരുന്നോടാ? നോക്കിയിരുന്നു. സമയം മെനക്കെടുത്തന്നെ ലേറ്റായി വന്നിട്ട് ഒരു സോറി പോലും പറയില്ല. ഓക്കെ അല്ലേ? ഓക്കെ. പല്ലവി കഴിഞ്ഞാൽ ചരണം. ഒരു മോണിറ്റർ നോക്കാം. ഐ സീ നൈല. ഇത് നൈല, ഒരു ട്രയൽ പോവാം. ഓക്കെ. റെഡി? 1 2 3 4.
1 സെക്കൻഡ് മാഡം. എടാ ശ്രുതി കുറച്ച് പോയി. ഉം. മാഡം ശ്രുതി ഒരു അല്പം ഔട്ടാണ്. കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പാടാമോ? വാട്ട്? അത് പറയാൻ ഇയാൾ ആരാ? സി മിസ്റ്റർ അമർ, നിങ്ങളല്ലേ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ? ഇയാൾ ആരാ എന്നോട് ഇത് പറയാൻ? സ്റ്റുഡിയോയുടെ ഓരം പറ്റി നിൽക്കുന്നവരൊക്കെ എന്നെ പഠിപ്പിക്കാൻ? ശ്രുതി തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മ്യൂസിക് ഡയറക്ടറായ നിങ്ങളായിരുന്നു എന്നെ തിരുത്തേണ്ടത്. ഞാൻ പോകുന്നു. ലൈല, അവൻ അങ്ങനെ വിചാരിച്ചല്ല പറഞ്ഞത്. സോറി മിസ്റ്റർ അമർ, ആദ്യം നിങ്ങൾ ആരെ മ്യൂസിക് ഡയറക്ടർ എന്ന് തീരുമാനിക്കുക, എന്നിട്ട് ഞാൻ വന്ന് പാടാം. അത് അമർ, എടാ അത് ഞാൻ മനഃപൂർവ്വമല്ല. അങ്ങനെ സംഭവിച്ചതിൽ നീ വലിയ പുലിയാന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാൻ കിട്ടിയ അവസരം നീ മോലാക്കി. എടാ നീ എന്നാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പോടാ. മറ്റുള്ളവന്റെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നവൻ തന്റെ കാര്യത്തിന് കൊള്ളാത്തവനായിരിക്കും. കണ്ണിക്കണ്ട കള്ള നാണയങ്ങൾക്ക് തനിക്ക് വിലയിടാൻ നിന്നു കൊടുക്കരുത്. ഇങ്ങനൊരു കലാകാരൻ ജീവിച്ചിരുന്നതിന് പോലും തെളിവ് കാണില്ല.